ഹായ്. ഇന്നത്തെ എൻ്റെ ജോലി സ്റ്റീംഡ് പുട്ടുപൊടി മേക്കിംഗ് ആണ്. ഞാൻ ആദ്യം അരിയൊക്കെ ഒന്ന് കഴുകി അങ്ങോട്ട് ഇട്ട് വാഷിംഗ് മെഷീനിൽ കിടക്കുവാണ് വാഷ് ചെയ്യുന്ന. അതിലങ്ങോട്ട് കഴുകി ഞാനിങ്ങോട്ട് 2-3 വെള്ളം അങ്ങ് കഴുകിയിട്ട് അടുത്ത എൻ്റെ ജോലി എന്ന് പറയുന്നത് അതിൽ നിന്ന് വാർത്തെടുക്കുക എന്നുള്ളതാണ്. വെള്ളമൊക്കെ തുറന്നിട്ട് ഞാൻ വീഡിയോയും കൂടെ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒറ്റയ്ക്കാണെന്ന് വീഡിയോയും കൂടെ എടുക്കുന്നത് കേട്ടാ. കൂടെ വീഡിയോ എടുക്കാൻ ആളില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിപ്പം എന്നെ കാണാൻ അധികം സാധിക്കത്തില്ല, എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ കാണാം. അപ്പൊ ഞാൻ വെള്ളമെല്ലാം വാർത്ത് കളഞ്ഞ് ഇങ്ങനെതാ നല്ല വാർത്തെടുത്തേക്കുക. ഇനി അടുത്ത എന്റെ ജോലി. പിന്നെ കുറച്ചു പേര് എൻ്റെ അടുത്ത് ചോദിക്കും വേറെ ജോലിയൊന്നുമില്ല. ഇതാണ് എന്റെ ജോലി. ജോലിയെ കണ്ടോളെ. ആ ജോലി ഇല്ലേ എന്ന് ചോദിക്കുന്നവരൊന്ന് കാണണം കേട്ടാ. ഇതാണ് എന്റെ ജോലി. അപ്പം അരി നല്ലതുപോലെ വാർത്ത് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഇത് സ്റ്റീമിലോട്ട് ഞാൻ അങ്ങോട്ട് തട്ടണം. അപ്പൊ ഇതിൽ നിന്ന് അങ്ങോട്ട് തട്ടിയെടുത്ത് അതില് 100 കിലോ ഇടുന്ന മെഷീനാണ് കേട്ടോ. ഞാൻ ഇന്ന് 50 കിലോ ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതാ സ്റ്റീമാണ്. ഇതിനകത്തുനിന്ന് സ്റ്റീം നല്ല ബോയിലർ നല്ല പവറിന് ആവി ഇതാ ഈ മെഷീനിലോട്ട് വരണം. അതായത് ഒരു 85-90 ഡിഗ്രിയിൽ നല്ല പവറിൽ പ്രഷറിന് ഇതിലോട്ട് വരുമ്പോഴാണ് ഇതിൽ നിന്ന് അടുത്ത പ്രോസസ്സിങ്ങിലായിട്ട് വരുന്നത്. അപ്പൊ ഞാൻ അതിലോട്ട് അരി തട്ടിയേക്കുവാണ് കേട്ടോ. ആ കഴുകി വാർത്ത അരി അതിലോട്ട് തട്ടി അതിൽ ഫില്ലാവുമ്പോൾ ഇതിലിപ്പോൾ 50 കിലോയുടെ ഞാൻ അത് ഇട്ടിട്ടുള്ളൂ. 100 കിലോയുടേതാണ്. അപ്പൊ അതിലങ്ങോട്ടിട്ട് ഇനി അതങ്ങോട്ട് ക്ലോസ് ചെയ്തിട്ട് അടുത്ത മെഷീൻ ഓണാക്കണം. അപ്പൊ മെഷീനിലോട്ട് ഞാൻ തട്ടി. ക്ഷമയില്ലാത്തത് കുഞ്ഞുങ്ങളുടെ സ്കൂളിൽ വിടാനുള്ള തിരക്കിലാണ്. അപ്പൊ അടുക്കളയില കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ വിട്ടിട്ട് ഇനി എൻ്റെ കൂടെ ഈ ജോലിക്കൊക്കെ ഇങ്ങോട്ട് വരും. അങ്ങനെ ഞാനിത് മെഷീൻ ഓണാക്കാൻ പോവാണേ. അപ്പൊ ഓണാക്കി നല്ല പവറിന് 100 ഡിഗ്രിയിൽ ഇതിന്റെ ആവി കയറി വരണം. ഫുള്ളായി വരുമ്പോൾ വർക്കായി. അങ്ങനെ ഇതിൽ കയറുന്ന ഒരു 25-30 മിനിറ്റ് നല്ല പ്രഷറിന് നല്ല വെന്ത് വരണം. അപ്പോഴേ പുട്ടിന് ആ ഒരു ടേസ്റ്റ് വരും. നല്ല സോഫ്റ്റ് ആയിട്ട് പുട്ട് നല്ല ടേസ്റ്റിന് വരും. അപ്പം അതിൻ്റെ ഇതും കഴിഞ്ഞ് അപ്പം അതെല്ലാം നല്ല റെഡിയാക്കി എടുത്തേക്കുക. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഇതിന്റെ അടുത്തൊരു പ്രോസസ്സിംഗ് ഉണ്ട്. അപ്പൊ ഞാനിത് എന്താണെന്ന് വെച്ചാൽ അടുത്ത പ്രോസസ്സിംഗ് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇനി അടുത്ത ഇത് എങ്ങനെ ആക്കി എടുക്കണം എന്നുള്ളത്. അപ്പൊ ഈ സ്റ്റീം മെഷീനിൽ നിന്ന് ആവി പുറത്ത് ചാടും. പുറത്ത് നല്ല പ്രഷറിന് പുറത്തോട്ട് ചാടി കുറച്ച് കഴിയുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം. അത് നല്ല പവറിന് വരണം. 20-25 മിനിറ്റ് ആകുമ്പോൾ അത് റെഡിയായി വരും. അത് കഴിഞ്ഞിട്ട് അതെല്ലാം ആവി ഞാൻ കുറച്ചുകൂടെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. നല്ല പ്രഷറിന് വരിക. അങ്ങനെ അടുത്ത പണി എന്ന് പറയുന്നത് ഇതിന് തട്ടിയിട്ട് ഇത് ആറണം. ആറിയതിന് ശേഷം ഇതിന്റെ ബാക്കി പ്രോസസ്സിങ് ഉണ്ടാവും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. പിന്നെ ക്ഷമയും കൂടി എപ്പോഴും ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇപ്പോഴും എനിക്കിത് ഒറ്റയ്ക്കൊന്നും പറ്റുന്നില്ല കേട്ടോ. കുറെ കൂടി സഹായത്തിന് ആളെപ്പോഴും ഉള്ളതാണ്. അങ്ങനെ ഇതിന്റെ ഏകദേശം സ്റ്റീം ആവാനായി, നല്ല പവറായി കഴിഞ്ഞ്. ഇനി അത് ഓപ്പാക്കിയിട്ട് ഇത് തട്ടിയിട്ട് ഞാൻ അടുത്ത പൊടിച്ചിട്ട് അതിന്റെ അടുത്ത പരിപാടിയിലേക്ക് പോകണം. അപ്പോഴ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഈ പുട്ട് സെയിലിനുള്ളതാണ് പുട്ടുപൊടി. അപ്പം ബൾക്ക് ഓർഡർ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞങ്ങളത് ചെയ്തു തരും. പിന്നെ ആവിയൊക്കെ നല്ല പ്രഷറിന് ആവിയൊക്കെ വന്ന് അപ്പം അതിൻ്റെ ഒരു പ്രോസസ്സിങ് ഏകദേശം കഴിയാനായി. അപ്പോൾ ഞങ്ങൾ അടുത്ത പണിയിലേക്ക് പോവാം. അപ്പം എല്ലാവർക്കും ഇല്ല. അപ്പം ഇത് ഞാൻ ഓപ്പൺ ചെയ്തും കൂടെ കാണിച്ചു തരാം. കുറച്ചൊന്ന് ആയി വരട്ടെ. ഓഫ് ആക്കാനുള്ള ഇനി പൊടിച്ച് വറുത്താ മതി. ഇതെന്ന് പറഞ്ഞാൽ നമ്മള് വേവിക്കാന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ആവി കയറ്റിയാൽ മതി. പച്ചവെള്ളം ഒഴിച്ച് കുറച്ചു നേരം നനച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും. അതൊന്ന് കയറി ആവി കയറ്റി വരുമ്പോ പുട്ടായി. അപ്പൊ അത് ഓഫ് ചെയ്തേ. വെന്ത് കഴിഞ്ഞ്
ശരിക്കും വെന്തെന്ന് പറഞ്ഞാൽ നല്ല ടൈം ഉണ്ട്. ആവിയിൽ നമ്മളല്ല അത് ഓപ്പൺ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ വന്ന് വീഡിയോ എടുത്തു തന്നത്. ആള് വന്ന് അതിന് ക്ഷമി പറഞ്ഞു. നോക്ക് തുറക്കുമ്പോ ഭയങ്കര ചൂടാ. ഗ്ലൗസ് ഒക്കെ ഇട്ടോണ്ടാട്ടാ, മുഖമൊന്നും അടുത്തോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത്രയ്ക്ക് പ്രഷറിലാണ് ആവി വരുന്നത്. കുറച്ച് അപകടമാണ്, നല്ല വെയിറ്റ് ഒക്കെയാണ്. ചിലപ്പോ നമ്മൾ രണ്ടുപേരും കൂടെ ഒക്കെയാണ് ആ വിഷയം പിടിച്ച് നിർത്തുന്നത്, കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കുറച്ചിട്ടിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഇക്കായ്ക്ക് ഒറ്റയ്ക്ക് ഡീൽ ചെയ്യാൻ പറ്റി. എന്താ രാവി എന്താ കൈയൊക്കെ വെച്ചാ വെന്തു പോകും. നല്ല സൂക്ഷിച്ച് വേണം ഇത് ഉപയോഗിക്കാൻ. അതുകൊണ്ട് നമുക്ക് അതിനൊന്നും ഒരു ജോലിക്കാരെ നിർത്താൻ പറ്റത്തില്ല. ഇച്ചിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. ആദ്യം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലേ. ഞങ്ങള് ഒരു ദിവസമൊക്കെ എടുത്തിട്ടുണ്ട് ഒരു ഫുഡിട്ട്. ഇപ്പൊ അത്രയും കുഴപ്പമില്ല. ഇനി ഇതിന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇനിയും പകുതി ജോലി ഉണ്ട്. ഇത് പകുതിയായുള്ളൂ, ഇനി അടുത്ത പകുതി ജോലി ഇനിയുണ്ട്. ഇനിയാണ് ഇതിന്റെ ഇത് പൊടിക്കണം, വറുക്കണം, ഇത് തണുക്കണം, പിന്നെ ഇത് കണ്ടന്റ് തിരിയണം, അരിച്ചെടുത്ത് കണ്ടന്റ് തിരിഞ്ഞ് കുറെ പണി കൂടുതലുള്ളതാണ്. അതുകൊണ്ടാണ് അത്രയും. മറ്റെന്ന് പറഞ്ഞാൽ തരിപ്പുട്ടെന്ന് പറയും, അത് തന്നെ ഇത്. തരിപ്പുട്ട്. അതെ, തരിപ്പുട്ട്. പക്ഷെ നമ്മളൊരാളെ വിളിച്ചിട്ട് ചോദിച്ചു